ഗുഡ് ഈവനിംഗ്. മറ്റൊരു തെരഞ്ഞെടുപ്പ് ദിനം കേരളത്തിൽ. ആ സമയത്തും ഒരു രാഷ്ട്രീയ ബോംബ് ഇന്ന് കേരള രാഷ്ട്രീയം ചർച്ചയാക്കുകയാണ്. 24 ബിഗ് എക്സ്ക്ലൂസീവ്. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ സർക്കാരിനെയും CPIM-നെയും പിടിച്ചുലയ്ക്കുന്ന രാഷ്ട്രീയ ബോംബുമായി മുതിർന്ന CPIM നേതാവ് EP ജയരാജന്റെ ആത്മകഥ. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്ന് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥയിൽ പറയുന്നു. ഇതടക്കം CPIM-നെ പ്രതിരോധത്തിലാക്കുന്ന ഭാഗങ്ങൾ DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിലുണ്ട്. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും DC ബുക്സിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് EP ജയരാജൻ നടത്തിയ പ്രതികരണം. ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അങ്ങനെയുള്ള എൻ്റെ ആത്മകഥ എന്ന പേരിൽ ഞാൻ എഴുതിയിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ, ചാനലുകളിൽ കാണാനിടയായി. അത് ഒരാസൂത്രിതമായ ഗൂഢാലോചനയാണ്. എൻ്റെ പുസ്തകം ഞാൻ അറിയാതെ എങ്ങനെ പ്രസിദ്ധീകരിക്കുക? ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക? അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം, ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് കവർ പേജും ആരും നിർദ്ദേശിച്ചിട്ടില്ല. അത് നിർദ്ദേശിക്കണമെങ്കിൽ ഇത് ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണ്ടേ? നിങ്ങൾ ഇത് ആരെങ്കിലും ഒരാൾ ഏൽപ്പിക്കണ്ടേ? ഇവരെ ഏൽപ്പിച്ചിട്ടില്ല. DC ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്തായാലും പ്രതിരോധത്തിലായ CPIM ഗൂഢാലോചനയാണ് ഇതെന്ന് പറഞ്ഞ് വിവാദത്തെ തള്ളുകയാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരവാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടല്ല. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ. അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൊടുക്കട്ടെ. ഇപ്പോൾ ആളുകൾ പുസ്തകം എഴുതുന്നതും അതുപോലെ തന്നെ രചന നടത്തുന്നതും ഒക്കെ പാർട്ടിയോട് മുൻകൂർ അനുവാദം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും വിവാദമായതോടെ പുസ്തകത്തിന്റെ പ്രസാധനം നീട്ടിവെക്കുകയാണെന്ന് DC ബുക്സ് അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ടോബി ജോൺസണും ശ്രീജിത്തും ഇപ്പോൾ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം ടോബിയിലേക്ക്. ടോബി പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ചയാകുന്നത്. പക്ഷേ CPIM-നെ പിടിച്ചുലയ്ക്കുന്ന ഈ വാർത്ത, അതിൽ ആ വിവാദത്തെയെല്ലാം തള്ളുകയാണ് പാർട്ടിയും EP ജയരാജനും. നേരത്തെ അല്പസമയം മുൻപ് പുറത്തു മാധ്യമങ്ങളോട് പ്രതികരിച്ച EP പറഞ്ഞത് ഇതെല്ലാം ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട്. താൻ എഴുതി തീർക്കാത്തൊരു പുസ്തകം അതെങ്ങനെയാണ് ഇന്ന് പ്രസാധനം ചെയ്യുന്നു എന്ന രീതിയിൽ വാർത്ത വരിക. അപ്പോൾ കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ടോബി? പ്രജിൻ, ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ EP പലതരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹം അത് പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ്. നമ്മൾ ഇതിന്റെ വസ്തുതയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിച്ചത് ഈ ഒരു പുസ്തകം നേരത്തെ തന്നെ DC ബുക്സിൽ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ അതെല്ലാം കുറെ നാളുകളായിട്ട് നടക്കുന്നുണ്ട്. കൂട്ടിച്ചേർക്കലുകൾ, അതുപോലെ വെട്ടിത്തിരുത്തലുകൾ, ഇതെല്ലാം തന്നെ കറക്ഷൻ വർക്കുകളെല്ലാം തന്നെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇന്നലെയോടുകൂടി അതിന്റെ ഒരു ഫൈനൽ ആകുന്നു. അതിനുശേഷം അത് അവർ പ്രിന്റിംഗിലേക്ക് വിട്ടു എന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഇന്ന് ഒരു 10:00 തന്നെ ഇത് പ്രിന്റ് കഴിഞ്ഞ് അവർ കോപ്പി പുറത്തു വരും എന്ന് നമ്മളോട് DC-യുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് ഈ വാർത്ത കൊടുക്കുന്നത്. എന്തായാലും ആ വാർത്ത അതിലെ കണ്ടന്റ് ആണ് EP-യെ ചൊടിപ്പിച്ചിരുന്നത്. EP എന്തുകൊണ്ടാണ് ഇങ്ങനെ അതിനെ ഒരു മറുകണ്ഠം ചാടി അതിനെ തിരുത്തി പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. ഇന്ന് രാവിലെ തന്നെ അത് വന്നത് കൊണ്ടാകാം ഒരു പക്ഷേ EP-ക്ക് ഇങ്ങനെ അത് തിരുത്തി പറയേണ്ടതെന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലാതെ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെയോ വല്ലമാണ് ഈ പുസ്തകം പുറത്തു വരുന്നതെങ്കിൽ ഒരു പക്ഷേ EP അത് തിരുത്തി പറഞ്ഞേക്കില്ലായിരുന്നു. എന്നിരുന്നാലും അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് കഴിഞ്ഞ കുറെ നാളുകളായി EP എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് നമുക്കത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സരിന്റെ കാര്യമടക്കം, സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് അടക്കം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ചേലക്കരയിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ മുൻപും സമാനമായ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് അദ്ദേഹം നടത്തിയത് വലിയൊരു തോതിൽ LDF-നെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ ഒരു വിവാദം ഉയർന്നു വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഉണ്ടാക്കുമെന്നുള്ള
ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം വന്നതിന്റെ അടിസ്ഥാനത്തിലാവാം അദ്ദേഹം അത് തിരുത്തി പറഞ്ഞത് എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും DC യെ തന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്താണ് മറ്റ് EP ജയരാജൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ DC യുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് അവർ തന്നെ അവരുടെ എഡിറ്റർ അടക്കമുള്ളവർ നമ്മളോട് സംസാരിച്ചിരുന്നു. അവരെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അവർ തന്ന പുസ്തകമാണ്, അതിന്റെ എല്ലാ പണികളും ഞങ്ങൾ പൂർത്തിയാക്കിയ പ്രിന്റിങ്ങിലോട്ട് പോവുകയായിരുന്നു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ EP എന്തുകൊണ്ടാണ് DC യെയും തള്ളിപ്പറയുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, EP ഇപ്പോൾ ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലെറ്റർ കൊടുത്ത് DGPക്ക് പരാതി കൊടുത്തിരിക്കുന്നത് മാധ്യമങ്ങൾക്കെതിരെ മാത്രമാണ്. ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ട DC-ക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ എന്തുകൊണ്ട് EP തയ്യാറായില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് EP എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തതകൾ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടോബി, എന്തായാലും ഇപ്പോൾ ഈ വിവാദം വലിയ രീതിയിൽ വിവാദമായതോടുകൂടി തന്നെ ഈ പ്രസാധനം ആ ചടങ്ങ് നീട്ടിവെക്കുകയാണ് എന്നൊക്കെ DC ബുക്സും അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പ്രസാദന ചടങ്ങല്ല, അത് പുറത്തിറക്കുന്നത് നീട്ടിവെക്കുന്നു എന്നാണ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞത്, രാവിലെ മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. അതായത് ഇന്ന് ഇതിന്റെ ഒരു പ്രിന്റഡ് കോപ്പി അവർ പ്രിന്റ് ചെയ്ത് ഫൈനൽ ആക്കും എന്നായിരുന്നു നമുക്ക് DC-യിൽ നിന്ന് ലഭിച്ച വിവരം. ഒരുപക്ഷെ EP ജയരാജൻ അത് തെറ്റിദ്ധരിച്ചതാകാം, പ്രകാശനം എന്നുള്ള ആ ഒരു വാക്ക് തെറ്റിദ്ധരിച്ചതാകാം. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. ഇന്ന് അതിന്റെ ഒരു പ്രിന്റഡ് കോപ്പി പത്രികയോടുകൂടി പ്രിന്റ് ചെയ്ത് കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു വാർത്ത കൊടുത്തത്. അതായത് ഇന്ന് പുസ്തകം പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങുമെന്നുള്ള ഒരു വാർത്ത കൊടുത്തത്. പക്ഷേ EP-യുടെ സമ്മർദ്ദം അത് കൃത്യമായിട്ട് നമുക്ക് DC-യിൽ നിന്ന് തന്നെ അറിയാൻ സാധിച്ചു. EP ജയരാജൻ വിളിച്ച് അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് DC-യിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി ടോബി, എന്തായാലും വാർത്ത പുറത്തുകൊണ്ടുവന്ന ടോബിയാണ്. ടോബി ഇപ്പോൾ ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, കൃത്യമായ രീതിയിൽ തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിൽ പറയുന്ന അധ്യായങ്ങളിലെ കാര്യങ്ങളെല്ലാം തന്നെ അത് വിശ്വസനീയമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ടോബിയും അതിനെ ശരിവെക്കുന്നത്. എന്തായാലും പക്ഷേ അതെല്ലാം തള്ളുന്നുണ്ട് EP. മറുഭാഗത്ത് ശ്രീത്ത് ചെയ്യുന്നു ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി CPM ബന്ധപ്പെട്ട വിവരങ്ങൾ പറയാൻ. ശ്രീത്ത്, ഇപ്പൊ നോക്കുക, മറ്റൊരു തെരഞ്ഞെടുപ്പ് ദിനം, ആ ദിനത്തിൽ കഴിഞ്ഞ തവണ ഈ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിലാണ് EP വിവാദത്തിൽപ്പെട്ടതെങ്കിൽ ഇന്നിപ്പോൾ ആത്മകഥയാണ് വിവാദമായിരിക്കുന്നത്. വലിയ രീതിയിൽ CPM-നെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി തള്ളുകയാണ് അത്തരം വിവാദങ്ങൾ. ഇതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. EP പറയുന്നത് ഇപ്പോൾ വിശ്വാസത്തിലെടുക്കുന്നത് പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നു. അപ്പോൾ എന്താണ് ഇനി പാർട്ടിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? ഇതിൽ പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകുമോ? തൽക്കാലം പാർട്ടി തലത്തിലൊരു അന്വേഷണം ഉണ്ടാകുന്നുവെന്ന സൂചന CPM നേതാക്കൾ നൽകുന്നില്ല. EP ജയരാജൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനാണ് പാർട്ടിക്ക് താല്പര്യം. അത് CPM നേതൃത്വം വ്യക്തമാക്കി. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ EP ജയരാജനെ തങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പാർട്ടി തല അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം വെള്ളിയാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. അതുവരെ ഇത്തരം കാര്യങ്ങൾ പാർട്ടി ഇപ്പോഴെടുത്തിരിക്കുന്ന സമീപനം തുടരുമെന്നാണ് കരുതുന്നത്. എന്നാൽ EP-യുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ പിഴവാണ്, തെറ്റാണ് എന്ന തരത്തിലുള്ള അഭിപ്രായം പാർട്ടിക്കൊക്കെ ശക്തമാണ്. ഇത് കേവലം EP-യെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും പ്രസാധകരായ DC ബുക്സിനെയും CPM നേതാക്കൾ വ്യക്തിപരമായി അവിശ്വസിക്കുന്നില്ല. കാരണം പതിറ്റാണ്ടുകളായി പ്രസാധന രംഗത്തുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ അവർ ഏതെങ്കിലും ശൂന്യതയിൽ നിന്ന് EP എഴുതി കൊടുക്കാത്തൊരു കാര്യം എടുത്ത് പ്രിന്റ് ചെയ്യും, സൃഷ്ടിക്കുമെന്ന് CPM നേതാക്കളും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അരുതാത്തത് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നൊരു സംശയം CPM നേതാക്കൾക്കുണ്ട്. ആ സംശയമാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കാരണം. EP നടത്തിയിരിക്കുന്ന ഈ ആത്മഹത്യയിലൂടെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ ഒരേ സമയം രാഷ്ട്രീയമായും സംഘടനാപരമായും CPM-ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അക്കാര്യം വിശദമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും. എന്തായാലും തൽക്കാലം EP-യെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM നേതൃത്വത്തിലെ ധാരണ. ശരി, ശ്രീത്താണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പാർട്ടി നിലവിൽ EP-യെ വിശ്വസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ അന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യം സംസ്ഥാന സമിതി യോഗം ചേർന്ന ശേഷം തീരുമാനിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ആത്മകഥാ വിവാദമായതിന് പിന്നാലെ പാലക്കാട്ടെ LDF പ്രചാരണ യോഗത്തിലേക്ക് EP ജയരാജൻ എത്തുന്നു എന്ന വാർത്ത അല്പസമയം മുൻപ് പുറത്തുവന്നു. നാളെ വൈകിട്ട് പാലക്കാട് പൊതുയോഗത്തിൽ ഡോക്ടർ P. സരിന് വേണ്ടി EP ജയരാജൻ വോട്ട് അഭ്യർത്ഥിക്കും. ശ്രീകുമാരൻ പാലക്കാട് ഒരിക്കൽ കൂടി ചേർന്ന വിവരങ്ങളുമായി. ശ്രീത്ത്, ഇതിപ്പോൾ നേരത്തെ തീരുമാനിച്ച പരിപാടി തന്നെയാണോ, അല്ല ഈ വിവാദമായതിനു ശേഷം വരുന്ന ഒരു പുതിയ പരിപാടിയാണോ? അപ്പോൾ എന്താണ് നമുക്ക് അതിൽ ലഭിക്കുന്ന ഒരു വ്യക്തത?
അല്പസമയം മുൻപ് നമ്മൾ CPIMന്റെ മുതിർന്ന നേതാക്കളുമൊക്കെയായി പാലക്കാട്ടെ മുതിർന്ന നേതാക്കളുമൊക്കെയായി സംസാരിച്ചിരുന്നു. രാവിലെ മുതൽ അവർ വലിയ അങ്കലാപ്പിലായിരുന്നു, അവരുടെ ആശങ്കയുണ്ടായിരുന്നു. എന്താണ് EP ജയരാജന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പരാമർശം? അത് ഒരു ഘട്ടത്തിൽ പോലും അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഡോക്ടർ P സരിൻ എന്ന ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു, അദ്ദേഹത്തെ പിന്നീട് ഇടത് സ്ഥാനാർത്ഥിയാക്കുമായിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ സംസ്ഥാന തലത്തിലെ ഒരു നേതാവ് പോലും അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലെ ഒരു നേതാവ് പോലും കാര്യമായ രീതിയിലുള്ള എതിർപ്പ് പറഞ്ഞിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അവിടെ നിന്ന്, അതായത് UDF പക്ഷത്ത് നിന്ന് ഒരാളെ അടർത്തിയെടുത്ത് കൊണ്ടുവരിക എന്നൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അത് വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോകാനായി, അതായത് ഡോക്ടർ സരിൻ എന്ന ഒരു പേരിലേക്ക് മാത്രമായി ചർച്ച ചുരുക്കാനായി, UDFന്റെ രാഷ്ട്രീയ ചർച്ചകളെല്ലാം വെറും കാലുമാറ്റം അല്ലെങ്കിൽ ആ രാഷ്ട്രീയ കൂറുമാറ്റം എന്ന തരത്തിലേക്ക് മാറ്റാനായി എന്ന വിലയിരുത്തലാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്ത അവലോകന യോഗത്തിൽ പോലും അതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം തകിടം മറിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മേൽക്കൈ, രാഷ്ട്രീയ മേൽക്കൈ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിലാണ്, പ്രചാരണത്തിൽ പോലും ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിലാണ് EP ജയരാജന്റെ ഈ ആത്മകഥയിലെ വിവാദ പരാമർശം എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത്. 6:45 കൂടി ആ വാർത്തകൾ പുറത്തു വരുന്നത്. അതിൽ ആത്മകഥയിൽ വളരെ വ്യക്തമായി തന്നെ ഉപതെരഞ്ഞെടുപ്പ് കാലമെന്ന ശീർഷകത്തിൽ ഇത്തരത്തിലൊരു വരികൾ കൊടുക്കുക, അതിൽ പാലക്കാട്ടെയും ചേലക്കരയിലെയും സ്ഥാനാർത്ഥികളെ കുറിച്ച് കൃത്യമായ രീതിയിൽ പറയുക, അതിൽ മറുകണ്ഠം ചാടി, ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടി വന്നവനാണ്. അത് അദ്ദേഹത്തിന്റെ അവസ്ഥ നാളെ എന്താണ് എന്ന് കണ്ടറിയാം. ആത്മകഥ പുറത്തിറങ്ങുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ EP ജയരാജൻ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ പറയുന്നുണ്ട് എന്ന് DC ബുക്സുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കുന്നു. അതിനുവേണ്ട തെളിവുകളും പുറത്തു വന്നു. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ കർശനമായ, സംസ്ഥാന നേതൃത്വം തന്നെ കർശനമായ നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റി അംഗമായ മുതിർന്ന നേതാവിന് നൽകിയത്. സാധാരണ കണ്ണൂരിലെ ഏരിയ സമ്മേളനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങളിൽ മാത്രമാണ് EP ജയരാജൻ ഇപ്പോൾ പങ്കെടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തോട് കർശനമായ നിർദ്ദേശം നൽകുകയായിരുന്നു. പാലക്കാട്ട് ഇടതു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം, പാർട്ടി സംഘടനയ്ക്ക് നിരക്കാത്ത, അച്ചടക്കത്തിന് നിരക്കാത്ത തരത്തിൽ പുസ്തകത്തിൽ ഒരു പരാമർശം വന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ആ മേഖലയിൽ പോയി പ്രചരണം, സരിനു വേണ്ടി പ്രചരണം നടത്തണമെന്നാണ് പറഞ്ഞത്. രാവിലെ നമ്മളടക്കം പാർട്ടിയുടെ കൃത്യമായൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്, ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് വിഷയത്തിൽ എന്ന കാര്യം വ്യക്തമാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നാളത്തേക്ക് ഒരു പരിപാടി വരുന്നു, അതിലേക്ക് പാലക്കാട്ടേക്ക് P സരിനു വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ EP ജയരാജൻ തന്നെ നേരിട്ടെത്തുന്നു എന്നതാണ് വസ്തുത. നോക്കാം നാളെ പാലക്കാട്ടെത്തി EP എന്താണ് പ്രതികരിക്കുന്നത്, പ്രസംഗിക്കുന്നതെന്ന്. ശ്രീകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. ചേലക്കര ദേശമംഗലത്ത് UDF പോലീസ് തർക്കം. UDF ബൂത്ത് ഓഫീസ് അടച്ചുപൂട്ടാൻ പോലീസ് എത്തിയതോടെയാണ് ഈ തർക്കമുണ്ടായത്. സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുമുണ്ട്. അശ്വിൻ പാലാഴി നൽകും തത്സമയ വിവരങ്ങൾ അവിടെ നിന്നും. അശ്വിൻ, എന്താണ് സംഭവം? ഈ ബൂത്ത് ഓഫീസ് പൂട്ടാൻ പോലീസ് എത്തി എന്ന് പറയുന്നതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? സംഭവിച്ചത് എന്താണ്? പ്രജിൻ, ദേശമംഗലത്ത് 20 മുതൽ 24 വരെ ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന ദേശമംഗലം ഹൈസ്കൂളിന് സമീപത്താണ് UDFന്റെ ബൂത്ത് ഓഫീസ്, താൽക്കാലിക ബൂത്ത് ഓഫീസ് അടച്ചുപൂട്ടണമെന്ന നിർദ്ദേശവുമായി പോലീസ് എത്തിയത്. നിശ്ചിത ദൂരപരിധിക്കുള്ളിലാണ് ഈ ബൂത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആരോപണം. എന്നാൽ അതല്ല എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരും പറഞ്ഞു. ഇവരുടെ ബൂത്ത് ഓഫീസിന്റെ പ്രവർത്തനം അടക്കം തടയുന്നതിലേക്ക് പോലീസ് പോയി എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചേരുകയായിരുന്നു. എന്തായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ആവശ്യം? അല്ല, പോലീസ് പെട്ടെന്ന് വന്ന് ആവശ്യപ്പെടുകയാണ്, പിന്നെ ഈ ബൂത്ത് ഇരിക്കുന്ന ആളുകളൊക്കെ ഇവിടുന്ന് മാറണമെന്ന്. അപ്പോൾ അത് പിന്നെ അതിനുശേഷം പോലീസോട് അത് എന്തിനാണ് ആവശ്യം, പോലീസിന് കൃത്യം മറുപടി പറയാൻ കഴിയുന്നില്ല. അതിനുശേഷം പോലീസ് ഈ ബൂത്ത് കയ്യേറുകയാണ്. ബൂത്ത് കയ്യേറി ഈ ബൂത്തിൻ്റെ മുമ്പിൽ പോലീസ് CIയുടെ നേതൃത്വത്തിൽ ഒരു 10-15 പോലീസുകാർ, 20 പോലീസുകാരെ നിരത്തി നിർത്തുകയാണ്. ഏറ്റവും അവസാന മണിക്കൂറുകളിൽ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവാൻ കാരണം? അതെ, ഏറ്റവും ഈ മണിക്കൂറുകളിലാണ് UDFന്റെ വോട്ടുകൾ വരുന്നത്. UDFന്റെ വോട്ട് വരുന്നത് മുഴുവൻ തടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. അതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഇതൊക്കെ അതിജീവിച്ച് ചേലക്കര UDF ജയിച്ചിരിക്കും, സംശയമൊന്നും വേണ്ട. എന്തായാലും ഇനി 2 മണിക്കൂർ മാത്രമാണ് പോളിംഗ് അവസാനിക്കാനുള്ളത്. ഇതിനോടകം തന്നെ 50% മുകളിൽ 60-നോടടുത്ത് ഒക്കെ പോളിംഗ് ശതമാനം കടക്കുമ്പോഴാണ് ഈ സാഹചര്യത്തിൽ UDFന്റെ ഓഫീസിലേക്ക് തർക്കമുണ്ടാകുന്നത്. എന്തായാലും അത് UDFന്റെ ഇനി പോൾ ചെയ്യാനുള്ള വോട്ടുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. അതിന് പിന്നിൽ ആരാണെന്ന് കൃത്യമായി അറിയാം എന്നുള്ള ആരോപണമൊക്കെയാണ് UDF ഉന്നയിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങൾ എത്തിയതോടുകൂടി പോലീസ് ഇവിടെ സംഘടിച്ചിരുന്ന പോലീസ് ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ബൂത്ത് ഓഫീസിന്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങിയിട്ടുമുണ്ട്. പ്രതിഷേധത്തിനെ തുടർന്ന് പിന്നീട് പോലീസ്
അവിടെ നിന്ന് പിന്മാറിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ബൂത്ത് ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് അശ്വിൻ പാലാഴി അവിടെ നിന്ന് നൽകിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. എന്താണ് പോളിംഗിന്റെ നിലവിലെ ശതമാനം, ഏതൊക്കെ ഇടങ്ങളിലാണ് ഇപ്പോഴും വലിയ തിരക്കുള്ളത്, അത്തരം കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക്. അപ്പോൾ വയനാട്ടിലും ചേലക്കരയിലും മികച്ച പോളിംഗ് എന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. എന്താണ് ഓരോ ഇടങ്ങളിലെയും സ്ഥിതി, അതിന് തത്സമയ റിപ്പോർട്ടുകൾ എന്താണ്, ഇനി എത്രമാത്രം വലിയ ക്യൂ ഉണ്ട് ഓരോ മണ്ഡലങ്ങളിലും എന്നൊക്കെ പരിശോധിക്കാം. വയനാട്ടിലും ചേലക്കരയിലും ഭേദപ്പെട്ട പോളിംഗ്. കേരളപ്പോര് പവേർഡ് ബൈ KLM Maxima ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. യെസ്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും വയനാട്ടിലും പോളിംഗ് അവസാന മണിക്കൂറിലാണ്. രണ്ടിടത്തും ഭേദപ്പെട്ട പോളിംഗ് ആണ് ഇതുവരെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. വയനാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള പോളിംഗ് ശതമാനവും ചേലക്കരയിലെ പഞ്ചായത്തുകൾ തിരിച്ചുള്ള പോളിംഗ് ശതമാനവും വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം വയനാട്ടിലേക്ക് ആകെ 61.47% ആകെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ്. അതിൽ കൽപ്പറ്റ മണ്ഡലം നോക്കുകയാണെങ്കിൽ 61.68% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാനന്തവാടി മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 60.36% പോളിംഗ്. സുൽത്താൻ ബത്തേരി മണ്ഡലം 60 ആയിട്ടില്ല, 59.45% പോളിംഗ്. നിലമ്പൂർ മണ്ഡലം 59.17% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറനാട് മണ്ഡലത്തിൽ അത് 65.93 എന്ന ഒരു വലിയ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറനാട്. വണ്ടൂർ മണ്ഡലത്തിൽ 61.18% ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവമ്പാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും 60-ന് മുകളിലാണ്, 63.68% അവിടുത്തെ മണ്ഡലം തിരിച്ചുള്ള പോളിംഗ്. ഇനി ചേലക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേലക്കരയിൽ ആകെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് 63.95% ഏറ്റവും ഒടുവിലായി. അവിടെ പഞ്ചായത്തുകൾ തിരിച്ചുള്ള മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പോളിംഗ് ശതമാനം നോക്കാം. ചേലക്കര പഞ്ചായത്തിൽ 57.68% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാഞ്ഞാൾ പഞ്ചായത്തിൽ 60.59% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേശമംഗലം പഞ്ചായത്തിൽ 55.68% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുള്ളൂർക്കര പഞ്ചായത്തിൽ അത് 58.47%. തിരുവല്ലാമല പഞ്ചായത്തിൽ 55.28% പോളിംഗ് എന്ന് ഈ പട്ടികയിൽ കാണാം. ഇനി വരവൂർ പഞ്ചായത്തിലാണെങ്കിൽ അത് 55.38% പോളിംഗ്. വള്ളത്തോൾ നഗർ, ഒരുപക്ഷെ ഇടത് കോട്ടയായി കരുതപ്പെടുന്ന വള്ളത്തോൾ നഗർ പഞ്ചായത്തിലൊക്കെ 57.9% പോളിംഗ് ഇതിനോടകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊണ്ടാഴി പഞ്ചായത്തിൽ 57.73% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പടയന്നൂർ പഞ്ചായത്തിൽ അത് 58.3% കാണാം. ഇനിയും പോളിംഗ് തീരാനുണ്ട്. പലയിടങ്ങളിലും വലിയ ക്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്കാണ് ഇനി പോവേണ്ടത്. എന്തായാലും അവസാന മണിക്കൂറിൽ രണ്ടിടത്തും ഭേദപ്പെട്ട പോളിംഗ് എന്ന ഒരു പൊതുവിലയിരുത്തൽ ഉണ്ട്. രാവിലെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടേഴ്സിന്റെ വലിയ ക്യൂ ആയിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞ ശേഷം ആ തിരക്ക് കുറഞ്ഞു എന്ന് മനസ്സിലാവുന്നു. എന്താണ് അവസാന മണിക്കൂറിലെ സാഹചര്യമെന്ന് വളരെ വിശദമായി പരിശോധിക്കാം. ചേലക്കരയിൽ നിന്ന് എസ് വിജയകുമാറും വിപിൻ സി വിജയനും ആദ്യം ചേർന്നു. ആദ്യം വിജയകുമാറിലേക്ക്. വിജയകുമാർ, ഇപ്പോൾ ഏത് ബൂത്തിലാണ് വിജയകുമാർ ഉള്ളത്? അവിടുത്തെ സ്ഥിതി എന്താണ്? ഇനിയും വലിയ നിര വോട്ടേഴ്സിന്റെ ഉണ്ടോ അവിടെ? പ്രജിൻ, ഞാൻ നിൽക്കുന്നത് ചേലക്കര പഞ്ചായത്തിലെ ചേലക്കര ടൗണിലെ 70, 69, 70, 71 3 ബൂത്തുകൾ ചേരുന്ന ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇപ്പോൾ പ്രജിൻ പറഞ്ഞ കണക്കിൽ കുറച്ചുകൂടി പുരോഗതിയുണ്ട്. 5 മണി വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ 69.29 5 മണി വരെയുള്ള കണക്കനുസരിച്ച് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് പെർസെന്റേജ് എന്ന് വെച്ചാൽ ഏതാണ്ട് 70-ലേക്ക് 5 മണിക്ക് അടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 1 മണിക്കൂർ ഉള്ള കണക്ക് കൂടിയാണ്. 6 മണി വരെയുള്ള കണക്കാണ് വരാനുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.45 ആയിരുന്നു ചേലക്കരയിലെ വോട്ടിംഗ് പെർസെന്റേജ്. എന്ന് വെച്ചാൽ 77% ആളുകൾ അന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനടുത്തേക്ക് എത്തും ഈ കണക്കെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 72 മാത്രമായിരുന്നു. അപ്പോൾ 72 കവർ ചെയ്ത് 72 ക്രോസ് ചെയ്ത് 75-ലേക്ക് എത്തും എന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ കരുതാൻ. അപ്പോൾ 75-ലേക്ക് അടുത്ത കണക്കിന് ഇപ്പോൾ 5:30 കഴിയുമ്പോഴേക്കും അടുത്ത അരമണിക്കൂറിലെ കണക്ക്, അവസാന മണിക്കൂറുകളിലെ കണക്ക് വരും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് തിരിച്ച് പരിശോധിച്ചാലും എല്ലാ പഞ്ചായത്തുകളിലും ശരാശരി 60% മുകളിൽ വോട്ട് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ പാഞ്ഞാളിലാണ് ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്തത്. അവിടെ 5 മണിക്ക് തന്നെ ഏതാണ്ട് 61% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേശമംഗലത്തും വരവൂരിലും വള്ളത്തോൾ നഗറിലും ഒക്കെ ഏതാണ്ട് 58, 59 എന്ന നിലയിലാണ്.
മുള്ളൂർക്കരയിലും പഴയന്നൂരിലും തിരുവല്ലുവമലയിലും ഒക്കെ ഏതാണ്ട് അതേപോലെ തന്നെയാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. അപ്പോൾ 60% എന്നത് പഞ്ചായത്ത് തലത്തിൽ 5 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ശരാശരി നോക്കുമ്പോൾ 70%-ലേക്ക് 5 മണിക്ക് മണ്ഡലത്തിന്റെ ആകെ പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള 1 മണിക്കൂർ കൊണ്ട് 5% കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 6 മണിക്ക് ഔദ്യോഗികമായി പോളിംഗ് അവസാനിക്കുമ്പോൾ 75-ലേക്ക് എത്തും. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.45 ആയിരുന്നു, 77% അന്ന് ജനങ്ങൾ വോട്ട് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിലും കുറവായിരുന്നു, 72 ആയിരുന്നു. അപ്പോൾ 72 ക്രോസ് ചെയ്യും, 75-ലേക്ക് എത്തുമെന്ന് കരുതാം. ഈ നമ്മൾ നിൽക്കുന്ന ഈ ബൂത്തിൽ വലിയ തിരക്കില്ല, പക്ഷേ ആളുകൾ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട്. രാവിലെ കണ്ട വോട്ടർമാരുടെ നീണ്ട നിര ഏതാണ്ട് ഉച്ചവരെ തന്നെ തുടർന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് പോളിംഗ് മന്ദഗതിയിലായത്. ഏതാണ്ട് ഒരു 4 മണിയോടെ വീണ്ടും പോളിംഗ് ബൂത്തുകൾ മണ്ഡലത്തിലാകെ സജീവമായിട്ടുണ്ട്. അപ്പോൾ പലയിടത്തും വോട്ടർമാരുടെ നീണ്ട നിര തുടരുന്നുണ്ട്. ചിലയിടത്തെങ്കിലും 6 മണിക്ക് ശേഷവും വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടാകും, അവരുടെ ക്യൂ ഉണ്ടാകുമെന്ന് കരുതുന്നു. 5:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ പയ്യെ പോളിംഗ് ബൂത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തും. ക്യൂവിൽ നിൽക്കുന്നവർക്കെല്ലാം ടോക്കൺ കൊടുത്ത് 6 മണി കഴിഞ്ഞ് വോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം നൽകുകയും ചെയ്യും. ഈ 69, 70, 71 ബൂത്തുകളുള്ള ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്കൂളിൽ നേരത്തെ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തേക്കൊക്കെ ക്യൂ നീണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ അവരൊക്കെ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഈ സ്കൂളിന്റെ അകത്ത് ഈ സ്കൂളിന്റെ അകത്ത് ക്യൂ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ അവിടെ ഇരിപ്പിടമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയും ഏറെക്കുറെ ഇപ്പോൾ ശൂന്യമായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അപൂർവം വോട്ടർമാർ മാത്രമേ അവിടെയും ഉള്ളൂ. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ നമ്മളുടെ പോളിംഗ് ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഏതാനും ചില വോട്ടർമാർ അവിടെ വോട്ട് ചെയ്യാൻ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണക്കിൽ എടുത്ത വിവരം അനുസരിച്ചായിരുന്നെങ്കിൽ ഇവിടെ ഒരുപക്ഷെ ബൂത്തിൽ 6 മണിക്ക് ശേഷവും ആളുകൾ നിൽക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ വേഗത്തിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാവാം പെട്ടെന്ന് ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു നീണ്ട ക്യൂ ഇവിടെയും ഒരിടത്തുമില്ല. നമ്മൾ പൊതുവെ ചേലക്കര മണ്ഡലത്തിലെ നമ്മളുടെ ഒരു പ്രാഥമിക പരിശോധനയിൽ ഒരിടത്തും അങ്ങനെ വോട്ടർമാരുടെ വലിയ നിര ഇപ്പോഴില്ല എന്നുള്ളതാണ്. ചില പഞ്ചായത്തുകളിൽ ചില ബൂത്തുകളിൽ എന്നാൽ ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ നിൽക്കുന്ന ഈ ബൂത്തിലും ആളുകൾ എത്തുന്നുണ്ട്. 3 ബൂത്താണ് ഇവിടെയുള്ളത്. പൊതുവെ സമാധാനപരമായിരുന്നു പ്രജിൻ ചേലക്കരയിലെ വോട്ടെടുപ്പ്. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയ വാക്ക് തർക്കങ്ങളോ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളോ എന്ന് മാത്രമേ ഉള്ളൂ. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഒരിടത്തും ഉണ്ടായിരുന്നില്ല. സമാധാനപരമായിരുന്നു. ചേലക്കരയുടെ രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ്. വലിയ സംഘർഷ സാധ്യതകളൊന്നുമില്ല. പൊതുവെ സമാധാനപരമായിരിക്കും ഇവിടുത്തെ വോട്ടെടുപ്പ്. ചില ബൂത്തുകൾ ഇതിന് പോളിംഗ് സ്റ്റേഷന് സമീപം ബൂത്ത് കെട്ടുന്നതിനെ ചൊല്ലി ബൂത്ത് നീക്കാൻ ആവശ്യപ്പെട്ടിട്ട് മാറ്റിയില്ല എന്നതിനെ ചൊല്ലി ദേശമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ വാക്കുതർക്കമൊക്കെ ഉണ്ടായത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ബൂത്തിൽ പ്രായമായവർ വോട്ട് രേഖപ്പെടുത്തുന്നത് അവരുടെ സഹായിയെ വോട്ട് രേഖപ്പെടുത്താൻ അനുവദിച്ചില്ല എന്നതിനെ ചൊല്ലി നേരത്തെ കുറച്ചു സമയം ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. പോലീസൊക്കെ എത്തി അത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കാര്യമായ പ്രശ്നങ്ങൾ ഒരിടത്തുനിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 3 സ്ഥാനാർത്ഥികളും വലിയ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് വോട്ടെടുപ്പ് അവസാന മിനിറ്റുകളിലേക്ക് കടക്കുമ്പോഴും. ഇപ്പോൾ ഭേദപ്പെട്ട പോളിംഗ് 75% ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എന്നത് നല്ല പോളിംഗ് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. അത് അത്രയും ആളുകൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ വളരെ സജീവമായി എല്ലാ മുന്നണി നേതാക്കളും മുന്നണി നേതൃത്വവും പ്രവർത്തകരും ഈ വോട്ടേഴ്സിനെ ബൂത്തുകളിൽ എത്തിക്കാൻ കാര്യമായ ശ്രമം നടത്തിയിരുന്നു. അവരവരുടെ കേന്ദ്രങ്ങളിൽ അവർ അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് അവരവരുടെ വോട്ടുകൾ പരമാവധി ബൂത്തുകളിൽ എത്തി പോൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഈ അവസാന മിനിറ്റുകൾ അവർ ഉപയോഗിക്കുന്നതെന്ന് വേണം കരുതാൻ. അപ്പോൾ ഈ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ആ ശ്രമം വിജയിച്ചു എന്ന് തന്നെയാണ്. പ്രചാരണ വിഷയങ്ങൾ നമുക്കറിയാം വളരെ സജീവമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതൊക്കെ ഫലം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു 70-75% ചേലക്കരയിലെ പോളിംഗ് ഉയരുന്നത്. അതൊരു പുതിയ കാര്യമല്ല ചേലക്കരയെ സംബന്ധിച്ച്. ചേലക്കര എപ്പോഴും 70-ന് മുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72 ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകും ഇത്തവണ എന്ന് ഉറപ്പാണ്. 5 മണിക്ക് തന്നെ 70 എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത 1 മണിക്കൂറിലെ കണക്ക് കൂടി അവസാന മണിക്കൂറിലെ കണക്ക് കൂടി വരുമ്പോൾ ചേലക്കര 75-ലേക്കെങ്കിലും എത്തിയിട്ടുണ്ടാകുമെന്നാണ് പ്രജിൻ നമ്മൾ കരുതേണ്ടത്. ശരി വിജയ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ 69.29% പോളിംഗ് ചേലക്കരയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് അവിടെ നിന്നും എസ് വിജയകുമാർ ഏറ്റവും കൂടുതൽ നൽകിയ വിവരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 77% ആയിരുന്നു എന്ന് കൂടി ഓർക്കുക. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ഭേദപ്പെട്ട പോളിംഗ് ഇനിയുള്ള അരമണിക്കൂറിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി വയനാട്ടിലെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ 62.23% നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം. എന്താണ് ഇനിയുള്ള മണിക്കൂറുകളിൽ സംഭവിക്കുക നോക്കി ഏതൊക്കെ ഇടങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ ഇനിയും നിരയിലുള്ളത്?
വോട്ട് ചെയ്യാനെന്ന് അറിയാം. വയനാട്ടിൽ നിന്നും ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു പുതിയ വിവരങ്ങളുമായി. സുർജിത്ത്, എനിക്ക് തോന്നുന്നു കൽപ്പറ്റ HIM UP സ്കൂളിലാണ് ഇപ്പോൾ സുർജിത്ത് ഉള്ളതെന്നാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 73% പോളിംഗ് രേഖപ്പെടുത്തിയതാണ്. അന്ന് രാഹുൽ ഗാന്ധി വിജയിച്ചു വന്നതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി UDFന് വേണ്ടി മത്സരിക്കുന്നു. ഒരു റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ 70-ലേക്ക് എത്തിയിട്ടില്ല പോളിംഗ് ശതമാനം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഒരു തിരിച്ചടിയാകുമോ UDFന്? അവർ ഏതാണ്ട് വിജയം ഉറപ്പിക്കുന്നുണ്ടല്ലോ അവിടെ. പ്രജിൻ, ഏത് കക്ഷിയുടെ വോട്ടുകളാണ് ചോർന്നിരിക്കുന്നത് അല്ലെങ്കിൽ പോൾ ചെയ്യാതിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. രാവിലെ മുതൽ തന്നെ പൊതുവെ ഈ ബൂത്തുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മന്ദഗതിയിലുള്ള പോളിംഗ് ആണ്. എവിടെയും ഒരു നീണ്ട നിരയും ഒരു ആളൊഴുക്കൊന്നും കാണാത്ത വിധത്തിലാണ്. പ്രചാരണത്തിലുണ്ടായ ഒരു ആവേശമോ അതൊന്നും ഈ പോളിംഗിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ഇപ്പോൾ 62.23 ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് കുറയാനുള്ള സാധ്യതയാണ് മുന്നണികൾ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ HIM UP സ്കൂൾ എന്ന് പറയുന്ന കൽപ്പറ്റ നഗരത്തിൽ തന്നെ ഒരു ബൂത്താണ്. ഈ ബൂത്ത് നമുക്ക് കാണാം, ഒരാൾ പോലും, അതായത് വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് ഇവിടെ ഈ ബൂത്തിൽ ഉള്ളത്. ഇതാണ് ഒരു പൊതു ചിത്രം എന്ന് പറയുന്നത്. കാരണം മണ്ഡലങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പോലും ഈ മണ്ഡലങ്ങളുടെ കണക്കുകളിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നിട്ടുള്ളത് താഴെയുള്ള ഏറനാട് മണ്ഡലത്തിലാണ്. അതായത് 66.69 വോട്ട്. ഇപ്പോൾ ഭേദപ്പെട്ട ഒരു പോളിംഗ് എന്ന് പറയാവുന്നത് അവിടെ മാത്രമാണ്. മാനന്തവാടിയിലാണെങ്കിൽ 61.27%. സുൽത്താൻ ബത്തേരിയിൽ സമാനമായ രീതിയിൽ തന്നെ 60% പോളിംഗ് ഇതുവരെ ആയിട്ടുള്ളൂ. കൽപ്പറ്റയിൽ 62.81% നിൽക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവമ്പാടിയിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ അല്പം ഭേദപ്പെട്ട പോളിംഗ് എന്ന് വിശേഷിപ്പിക്കാം. കാരണം 64% ഈ തിരുവമ്പാടിയുടെ പോളിംഗ് ശതമാനത്തിലുണ്ട്. നിലമ്പൂരിൽ അത് 59.72% പോളിംഗ് ആണ്. അതോടൊപ്പം തന്നെ വണ്ടൂരിലും സമാനമായ സ്ഥിതി കുറവാണ്. കാരണം 61.92% ഈ വണ്ടൂരിലെ പോളിംഗ് പെർസെൻറ്റേജ്. കാരണം ഇത് മൊത്തത്തിൽ ഒരു പോളിംഗ് മന്ദഗതിയിൽ എന്ന് വേണം പറയാൻ. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് പരിശോധിക്കുമ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് ആരുടെ വോട്ടുകളാണ് ചോരുന്നത് അല്ലെങ്കിൽ ആരുടെ വോട്ടുകളാണ് പോൾ ചെയ്യാതിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് ഈ ഇതുമായി ബന്ധപ്പെട്ട പോളിംഗ് പൂർത്തിയായാൽ മാത്രമാണ് വ്യക്തത വരൂ. അത് LDFനെയാണോ UDFനെയാണോ അതോ BJPയെയാണോ ഈ ശതമാനം ബാധിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ഒരുപക്ഷെ ഈ പോളിംഗ് പൂർത്തിയാകേണ്ടി വരും. ഇനി അവസാന നിമിഷമാണ് ഇനിയുള്ളത്. വിരലുണ്ടാവുന്ന സമയം മാത്രമാണ് ശേഷിക്കുന്നത്. അതായത് ഇനി ഏതാണ്ട് ഒരു 15-18 മിനിറ്റോളം മാത്രമാണ് പോളിംഗ് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. വയനാട്ടിൽ ഏതാണ്ട് 62.23% എന്ന് പറയുമ്പോൾ ഒരു വലിയ കുറവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ അവിടെ രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ UDF ഒക്കെ അവകാശപ്പെടുന്ന ഈ 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ എത്രമാത്രം ശരിയുണ്ടാകും ഇത്തവണ എന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ അത് ആർക്കാണ് അനുകൂലമാവുക ആർക്കാണ് പ്രതികൂലമാവുക എന്ന് ഈ ഘട്ടത്തിൽ പറയുകയ്യ, അത് പരിശോധിക്കുന്നുണ്ട് മുന്നണികൾ അവിടെ. വെൽക്കം ബാക്ക്. അങ്ങനെ വയനാടും ചേലക്കരയും വിധി എഴുതുകയാണ്. ഇനി കേവലം മിനിറ്റുകൾ മാത്രമാണ് പോളിംഗ് അവസാനിക്കാൻ ബാക്കിയുള്ളത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം എത്താം. പാലക്കാടേക്ക് എന്ന് പറഞ്ഞാൽ 2 ഉത്സവങ്ങളുണ്ടെന്ന് പറയാം. വോട്ടുത്സവം ഒരു ഭാഗത്താണെങ്കിൽ മറുഭാഗത്ത് കൽപ്പാത്തി രഥോത്സവ കാഴ്ചകളുമുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് ഇനി കൽപ്പാത്തി രഥോത്സവ വിശേഷങ്ങൾ. രഥോത്സവം കോ സ്പോൺസേഡ് ബൈ UGS ഗോൾഡ് ലോൺ. സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. കൽപ്പാത്തി അഗ്രഹാര വീഥികളിൽ രഥപ്രയാണം ആരംഭിച്ചു. 1ാം തിരുത്സവത്തിൽ പുതിയ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയും ഗണപതിയും വള്ളി സമേത സുബ്രഹ്മണ്യനും തേരിലേറി. 100 കണക്കിന് ആളുകളാണ് തേരുവലിക്കാൻ കൽപ്പാത്തിയിൽ എത്തിയത്. രഥപൂജകൾക്ക് ശേഷമാണ് ദേവതകൾ തേരിലേറിയത്. പുതിയ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതിമാരും ഗണപതിയും വള്ളി സമേത സുബ്രഹ്മണ്യസ്വാമിയും തേരിലേറിയതോടെ 1ാം തേരുത്സവത്തിന് തുടക്കമായി. നാളെ 2ാം തേരുത്സവത്തിൽ മന്തക്കര മഹാഗണപതിയും നവംബർ 15-ന് 3ാം തേരുത്സവത്തിൽ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാളും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയും തേരിലേറും. 15-ന് വൈകിട്ടാണ് ദേവരഥ സംഗമം. 24 പാലക്കാട്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
പോളിംഗ് ഇപ്പോൾ അവസാന മണിക്കൂറിലെത്തിയിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും വയനാട്ടിലും ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ എവിടെയൊക്കെയാണ് വലിയ ക്യൂ ഉള്ളത്, പോളിംഗ് ഇനിയും രേഖപ്പെടുത്താൻ, വോട്ടിംഗ് ഇനിയും രേഖപ്പെടുത്താൻ അറിയേണ്ടതുണ്ട്. നമ്മൾ തന്നെ ഈ ചേലക്കരയിലേക്ക് പോകുന്നു. അവിടെ പാഞ്ഞാൾ പഞ്ചായത്തിൽ പെടുന്ന പൈങ്കുളം എന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ വിപിൻ സി വിജയൻ പുതിയ അപ്ഡേറ്റുകളുമായി ചേരുന്നത്. വിപിൻ, ഇപ്പോഴുള്ള പൈങ്കുളം മേഖലയിലൊക്കെ തന്നെ വോട്ടിംഗ് രേഖപ്പെടുത്താൻ ഇനിയും സമ്മതിദായകർ ബാക്കിയുണ്ടോ? എനിക്ക് തോന്നുന്നു 61% പാഞ്ഞാൾ പഞ്ചായത്തിലൊക്കെ അവസാനഘട്ട പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പോളിംഗ് ചെയ്യാൻ എത്രമാത്രം ആൾക്കാർ ബാക്കിയുണ്ട് വോട്ട് രേഖപ്പെടുത്താൻ? എന്താണ് അവിടുത്തെ സാഹചര്യം? പ്രജിൻ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 50ാമത്തെ ബൂത്തിലാണ്. അവിടെ ഒരു കുറച്ച് ആളുകൾ കൂടി ഇനിയും വോട്ട് രേഖപ്പെടുത്താനുണ്ട്. സ്ത്രീകളാണ് കൂടുതലും. ആ നീണ്ട നിര നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ആളുകളുടെ ഒരു വരവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്രാവശ്യം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. കാരണം 7 മണിക്ക് വോട്ടിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു പക്ഷേ 6 മണി മുതൽ തന്നെ സ്ത്രീകളുടെയും അതുപോലെ തന്നെ പുരുഷന്മാരുടെയൊക്കെ വലിയ ഒരു ക്യൂ എല്ലാ ബൂത്തുകളിലും, പ്രത്യേകിച്ച് പാഞ്ഞാൾ പഞ്ചായത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ മുതൽ തന്നെ ഇവിടെയൊക്കെ സന്ദർശിക്കുന്നുണ്ട്, ഈ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ തന്നെ എല്ലായിടത്തും നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. അത് ഈ ഒരു നിമിഷം വരെ അതുപോലെ തുടർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ബൂത്തിൽ 1425 വോട്ടുകളാണ് ഉള്ളത്. അതിൽ 1100 എണ്ണവും ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനിയുള്ള ഒരു 300ഓളം വോട്ടുകളുണ്ട്. ആ 300ഓളം വോട്ടുകൾ പരമാവധി ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ ഈ സ്ലിപ്പ് കൊടുക്കുന്ന ബൂത്തുകളൊക്കെ സജീവമായി തന്നെ ഈ പ്രദേശത്തും പ്രവർത്തിക്കുന്നുണ്ട്. കിള്ളിമംഗലത്തെ സ്കൂളുണ്ട്. അവിടെ 1375 വോട്ടുകളാണുള്ളത്. അതിൽ ഇതിനോടകം തന്നെ 1150 വോട്ടുകളോളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 70% മുകളിലേക്ക് ആ പ്രദേശങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം. 60ന്റെ മുകളിലാണ് പാഞ്ഞാൾ പഞ്ചായത്തിൽ മാത്രം ഉള്ള കണക്കെടുത്ത് പറയുകയാണെങ്കിൽ. ഒപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2024 72% ചേലക്കരയിലെ വോട്ടിംഗ് ഉണ്ടായിരുന്നത്. അത് സ്വാഭാവികമായിട്ടും ഇതിനോടകം തന്നെ അത് കവർ ചെയ്ത് പോയിട്ടുണ്ടാകും. ഇതിനു മുൻപുണ്ടായിരുന്ന 2019 79% വോട്ടിംഗ് ശതമാനം ചേലക്കരയിൽ ഉണ്ടായിരുന്നെങ്കിൽ സമാനമായ ആ ഒരു നിലയിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന സജീവമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം, അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ അത് ജനങ്ങളിലേക്ക് അത്രത്തോളം ആഴ്ന്നിറങ്ങി എന്നതിൻ്റെ ഒരു തെളിവാണ് ഇത്ര രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ഫ്ലോ. അത് ഇത്ര സമയം വരെയും ഒരുപോലെ തുടർന്നു എന്നുള്ളതാണ്. ഞാൻ ഈ നിൽക്കുന്നത് ഒരു പ്രശ്നബാധിത ബൂത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയെ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. മറ്റ് വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മൾ ആ കാണുന്നത് 51ാമത്തെ ബൂത്താണ്. അവിടെ ഏറെക്കുറെ ഇതിനോടകം തന്നെ വോട്ടിംഗ് എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. 958 വോട്ടുകൾ ഇതിനോടകം അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പൈങ്കുളത്ത് ഇനി പൈങ്കുളം സ്കൂളിലുണ്ട്. ഈ സ്കൂളിൽ കൂടി കുറച്ച് തിരക്കുണ്ടെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. മറ്റെല്ലാ ഇടങ്ങളിലും അതിൻ്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. എവിടെയും ഒരു നീണ്ട നിര അല്ലെങ്കിൽ എന്തെങ്കിലും തകരാർ, ഈ വോട്ടിംഗ് മെഷീനിലുള്ള തകരാർ, അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവുമില്ല. വളരെ സമാധാനപരമായി തന്നെ ഇവിടെയും അതുപോലെ തന്നെ മുള്ളൂർക്കര പ്രദേശങ്ങളിൽ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുള്ളത്, ഈ മുള്ളൂർക്കര പ്രദേശത്ത് അവിടുത്തെ LDFന്റെയും UDFന്റെയും കൊടിത്തോരണങ്ങൾ എടുത്തതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. അതിൽ ചെറിയ കയ്യാങ്കളിയിലേക്കൊക്കെ തുടക്കത്തിലെത്തിയിരുന്നു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു അനിഷ്ട സംഭവങ്ങളും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. വളരെ ആശ്വാസകരവും സമാധാനപരവുമായിട്ടാണ് ഇതുവരെയും വോട്ടിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വളരെ കുറച്ച് ആളുകളെ കൂടി ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ചലാൻ കൊടുത്തതിന് ശേഷം അകത്തേക്ക് വോട്ടിങ്ങിനുള്ള എല്ലാ സഹായവും ചെയ്യാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. എല്ലാവരും തന്നെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ അവസാന ഘട്ടത്തിൽ ഇവിടെ കൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ശരി വിപിൻ, ചേലക്കര മണ്ഡലത്തിലെ പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളത്ത് നിന്നുമാണ് വിപിൻ സി വിജയൻ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്. സമാധാനപരമായിരുന്നു. അവിടെ പ്രശ്നബാധിത ബൂത്തിൽ നിന്നാണ് ഇപ്പോൾ വിപിൻ സംസാരിച്ചത്. അവിടെയൊക്കെ പ്രശ്നരഹിതമായിരുന്നു കാര്യങ്ങൾ എന്നാണ് വിപിൻ നൽകിയ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ. ഇനി വീണ്ടും വയനാട്ടിലേക്ക് പോകുന്നു. നമുക്കറിയാം ചൂരൽമലയിലും ഒക്കെ തന്നെ വേറൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം എന്നുകൂടി നോക്കാം. അവിടെ നിന്നും ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. ഷഹദ്, ഒരു വലിയ ആഘാതത്തെ നേരിട്ട ശേഷം അതിനെ മറികടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ജനതയാണ് ചൂരൽമലയിലൊക്കെ ഉള്ളത്. അവിടെ പ്രത്യേക സൗകര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് നടത്താൻ വേണ്ടി. അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു ശതമാനം? ആളുകൾ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അവിടുത്തെ സ്ഥിതി എന്താണ് പോളിംഗിന്റെ? പ്രജിൻ, ആദ്യമേ പറയട്ടെ, ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇന്ന് ഈ പോളിംഗ് അവസാനിക്കാൻ, ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് അവസാനിക്കാൻ. നിലവിൽ ഞാൻ നിൽക്കുന്ന ഈ ചൂരൽമലയിലെ ഈ ബൂത്തുകളിൽ നിലവിൽ ഇപ്പോൾ ഇനി ആരും വോട്ട് ചെയ്യാൻ ഇല്ല. ഇതുവരെ വന്ന് ക്യൂ നിൽക്കുന്ന ആരും തന്നെ നിലവിലില്ല. നമുക്ക് മുൻ വർഷങ്ങളിലുള്ള സാഹചര്യം കൂടി ഒന്ന് ഈ ഘട്ടത്തിൽ പരിശോധിക്കണം. കാരണം നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ വയനാട്ടിൽ പൊതുവെ മന്ദഗതിയിലാണ് പോളിംഗ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ അടിവരയിടുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പോളിംഗിന്റെ ഒരു വിശദാംശം എന്നുള്ളത്.
കാരണം നിലവിൽ ഇപ്പോൾ പുറത്തു വന്ന പോളിംഗിന്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 62.37 എന്നുള്ളതാണ്. ഇത് നമ്മൾ 2019 പരിശോധിക്കുകയാണെങ്കിൽ 2019 80.27 ആയിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2024 എത്തുമ്പോൾ 73.48 പോളിംഗ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത്തവണ അതിലും കുറവാണ് ഇതുവരെയുള്ള കണക്ക് പ്രകാരം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 62.37 എന്നുള്ളത് നമ്മൾ മറ്റിടങ്ങൾ, അതായത് ജില്ലയുടെ തന്നെ മറ്റ് പൂർണ്ണമായിട്ടുള്ള ചിത്രം പരിശോധിക്കുന്ന ഘട്ടത്തിൽ മാനന്തവാടിയിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് 61.30 ആണ്. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലാകട്ടെ 60.26 ആണ്. കൽപ്പറ്റയിൽ 63.05, അതുപോലെ തന്നെ തിരുവമ്പാടിയിൽ 64.39, ഏറനാട് 66.88, നിലമ്പൂരിൽ 59.91, വണ്ടൂരിൽ 61.97 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന, അതായത് 5:30 പുറത്തുവന്ന കണക്ക് പ്രകാരം നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ചെറിയൊരു മന്ദഗതിയിലാണ് വയനാട്ടിലെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഉച്ചയോടുകൂടി വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചൂരൽമല ഉൾപ്പെടെയുള്ള ഏകദേശം 3 വാർഡുകൾ, അതായത് ചൂരൽമല, അതുപോലെ തന്നെ മുണ്ടക്കൈ, അതുപോലെ തന്നെ ഒരു വാർഡും കൂടി, ഇങ്ങനെ 3 വാർഡുകളിലേക്കായി പ്രത്യേക സജ്ജീകരണങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കാരണം പരമാവധി ഇവിടെയുള്ള വോട്ടർമാർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ്, നമുക്കറിയാം ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിവിധ ഇടങ്ങളിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഇവരെ മുഴുവൻ ആളുകളെയും പരമാവധി വോട്ട് ചെയ്യിപ്പിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി പ്രത്യേക സർവീസുകളൊക്കെ KSRTCയിൽ പ്രത്യേക സർവീസുകളൊക്കെ വോട്ട് വണ്ടി എന്ന പേരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്തരം സൗകര്യങ്ങളൊക്കെ അവിടുത്തെ ജനങ്ങൾ പ്രയോജനപ്പെടുത്തി എന്നാണ് മനസ്സിലായത്. പക്ഷേ അപ്പോഴും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നു എന്നതാണ്. ചൂരൽമലയിൽ ഇനിയിപ്പോൾ ഷഹദ് നിൽക്കുന്ന ആ ബൂത്തിലൊന്നും ആരും വോട്ട് ചെയ്യാൻ ബാക്കിയില്ല എന്ന വിവരം കൂടി ഷഹദ് അല്പസമയം മുൻപ് പങ്കുവച്ചു. ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് സുജിത് അയ്യപ്പത്ത് പങ്കുവെക്കുന്നു വയനാട്ടിൽ നിന്നും. വയനാട് വാഗേരിയിൽ 78 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. ഈ ഘട്ടത്തിൽ അരമണിക്കൂറായി വോട്ടിംഗ് നടക്കുന്നില്ല. ആ തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് സുജിത്ത് നൽകുന്ന വിവരം. സുജിത്തിലേക്ക് ഒരിക്കൽ പോകുന്നു. സുജിത്ത്, എന്താണ് ഇപ്പോൾ പോളിംഗ് അവസാനിക്കാൻ ഇനി കേവലം 10 മിനിറ്റ് ഇല്ല, അപ്പോഴാണ് ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ അവിടെ ഇനിയും കുറെ ആൾക്കാർ വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടോ? പ്രജിൻ, ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള തരത്തിൽ കാണേണ്ടി വരും. ഇതിന് 78 നമ്പർ ബൂത്തിലാണ് ഇങ്ങനെ വോട്ടിംഗ് മെഷീൻ പണി മുടക്കിയിരിക്കുന്നത്. പക്ഷേ അത് തകരാർ പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സംഭവം എന്നുള്ള നിലയിൽ മാത്രമാണ് അതിനെ കാണേണ്ടതുള്ളത്. വലിയ തിരക്കില്ല, വളരെ മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായ നവ്യഹരിത നമ്മോടൊപ്പം ചേരുകയാണ്. പോളിംഗ് ശതമാനം വളരെ വലിയ രീതിയിലുള്ള ഒരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. 62% എത്തിയിട്ടുള്ളൂ ഈ സമയമാകുമ്പോഴേക്കും. എന്താണ് അതിനെക്കുറിച്ച് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്? തീർത്തും പ്രതീക്ഷിച്ചതാണ് പോളിംഗ് ശതമാനം ഇത്തവണ കുറയും എന്നുള്ളത്. കാരണം ഒരു ദുരന്തത്തെ അതിജീവിച്ചതിന് ശേഷമുള്ള ഒരു ഇലക്ഷൻ, അതും പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ ഒരു ഇലക്ഷനെ നേരിടാനുള്ള ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഇതുവരെ. നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായ രീതിയിൽ തന്നെ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണ്? അതെ, BJPയുടെ നിശ്ചയിച്ചിട്ടുള്ള വോട്ടുകൾ കംപ്ലീറ്റ് പോളായി കഴിഞ്ഞിട്ടുണ്ട്. ഈ 62% ആയിട്ടുള്ളെങ്കിലും BJPയുടെ വോട്ടിൽ ഒരു ഇടിവും ഇതുവരെ വന്നിട്ടില്ല. ആർക്ക് ആവും ഇത് ബാധിക്കുക? ഇങ്ങനെ പോളിംഗ് ശതമാനത്തിൽ ഇടിവ് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ വലിയ പെർസെന്റേജിന്റെ കുറവാണ്, മാർജിനാണ് കാണുന്നത്. എന്താണ്? LDFനും UDFനും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. LDFന്റെ പ്രവർത്തകർ പോലും ഇന്ന് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ബൂത്തിന്റെ പരിസരത്ത് പോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. UDFന്റേതാണെങ്കിൽ അവിടെ ശക്തി കേന്ദ്രമായിരുന്ന ചില ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങി പാർക്കുന്ന ഇടങ്ങളിൽ വോട്ടിംഗ് ശതമാനം വളരെ കുറവാണ്. അതുകൊണ്ട് ഇരു കക്ഷികളെയും ഈ ശതമാനം ഇടിഞ്ഞത് ബാധിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബാധിക്കില്ല. കാരണം BJPയുടെ വോട്ടുകൾ പൂർണ്ണമായ തരത്തിൽ തന്നെ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് സ്ഥാനാർത്ഥി തന്നെ പറയുന്നത്. അത് LDFനെയും UDFനെയുമാണ് ബാധിക്കുക എന്നുള്ളതാണ് വലിയ ഇടിവ്. അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വലിയ രീതിയിലുള്ള കുറവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസാന നിമിഷത്തെ കണക്കുകൂടി ഇനി വരാനുണ്ട്. ആ കണക്കുകൂടി വന്നാൽ മാത്രം അത് 70% കടക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. പ്രജിത്ത്. ശരി സുർജിത്ത്, എന്തായാലും വളരെ കുറച്ചു മാത്രം പോളിംഗ് രേഖപ്പെടുത്തി. ആ രീതിയിൽ LDFനും UDFനും അത് ബാധിക്കുമെന്നാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നോക്കാം എന്താണ് അത്, ഏത് രീതിയിൽ പ്രതിഫലിക്കുന്നു, ആർക്ക് അനുകൂലമാവുന്നു, ആർക്ക് പ്രതികൂലമായി മാറുന്നു എന്നുള്ളത്. മറ്റൊരു വാർത്തയിലേക്കാണ്. വയനാട്ടിൽ വോട്ട് ചെയ്യാനെത്തുന്നവരെ ബൂത്ത് ലെവൽ ഓഫീസർ തടയുന്നു എന്ന ആരോപണവുമായി LDF രംഗത്ത് വന്നു. ജീവിച്ചിരിക്കുന്നവർ മരിച്ചു എന്ന് പറഞ്ഞ് വോട്ട് തടയുന്നുവെന്ന് CPI നേതാവ് CK ശശീന്ദ്രൻ രംഗത്തെത്തി. മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും പേര് പറഞ്ഞിട്ടൊരു 95 ആൾക്കാരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിരവധി പേര് ജീവിച്ചിരിപ്പുള്ളവരാണ്, അവർ സ്ഥലത്തുള്ളവരുമാണ്. അവർ ASC വന്ന് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇവിടുന്ന് ജോലി കിട്ടി മീനങ്ങാടി സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവരാണ് അവർ.
അപ്പോൾ കളക്ടറേറ്റിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അവിടുന്ന് സെക്ടർ ഓഫീസറൊക്കെ വന്ന് ഇവരെ വോട്ട് ചെയ്യിക്കുന്ന ഒരു നിലപാടുണ്ടായത്. BLO തികച്ചും നിരുത്തരവാദപരമായിട്ടാണ് ഉണ്ടായത്. മാത്രമല്ല ചില ആൾക്കാർ വോട്ട് ചെയ്യാൻ പോയി ഇപ്രാവശ്യം വോട്ട് ചെയ്തു, അടുത്ത പ്രാവശ്യം നിങ്ങളിവിടെ വോട്ട് ചെയ്യാൻ പാടില്ല. അതൊന്നും പറയാനുള്ള അധികാരം BLOയ്ക്കില്ല. BLO തികച്ചും ജനാധിപത്യ വിരുദ്ധമായും ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു. ദീപക് ധർമ്മടം ചെയ്യുന്നുണ്ട് കൽപ്പറ്റയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, സാധാരണഗതിയിൽ വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണ് നടത്താറുള്ളത്. ഇപ്പോൾ BLO ഇടപെടുന്നു, ഇതിൽ നിന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ CPI നേതാക്കൾ നടത്തുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ത്? ഞങ്ങളിങ്ങനെ ബൂത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുന്നത്. ഞങ്ങൾ വിവിധ ബൂത്തുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ 97-ാം ബൂത്ത്, അതായത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ 97-ാം ബൂത്തിലാണ് സംഭവം. അവിടെ വന്നിരിക്കുന്ന ഒരു സ്ത്രീ ID കാർഡുമായി വന്നു. പക്ഷേ നിങ്ങൾ മരിച്ചു, നിങ്ങൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വോട്ട് തടസ്സപ്പെടുത്തി. ഇങ്ങനെ നിരവധി പേരുടെ വോട്ട് തടസ്സപ്പെടുത്തി. ഒടുവിൽ CK ശശീന്ദ്രൻ, മുൻ MLA അവിടെ എത്തുന്നു. അദ്ദേഹം കലക്ടറെ വിളിച്ചു. കലക്ടറേറ്റിൽ നിന്നും തെരഞ്ഞെടുപ്പിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ, തെരഞ്ഞെടുപ്പ് ഭരണാധികാര ചുമതലയുള്ളവർ വരുന്നു. അങ്ങനെ ഒടുവിൽ അവരെ വോട്ട് ചെയ്യിപ്പിച്ചു. നിരവധി പേരെ ഇങ്ങനെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ള പരാതിയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. LDF രേഖാമൂലം ഇത് പരാതിയായി നൽകാൻ പോകുന്നു എന്നും CK ശശീന്ദ്രൻ നമ്മളോട് പറഞ്ഞു. പൊതുവിൽ വയനാടിൽ പോളിംഗ് ശതമാനം കുറയുന്നു. അതായത് നേരത്തെ 80%, അതിൽ നിന്നും 73-ലേക്ക് എത്തുന്നു. ഇപ്പോൾ ഏതാണ്ട് 65-ൽ നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ പോളിംഗ് ശതമാനം കുറയുന്നതിന് ഇത് കാരണമാകുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് നമുക്ക് കരുതാൻ വഴിയില്ല. കാരണം പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഇടപെടലുണ്ട് എന്നുള്ളതാണ് CPIM-ന്റെ ആരോപണം. പ്രജിൻ. ശരി, ദീപക് ധർമ്മമാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ആലപ്പുഴയിൽ വരുന്നു. കുട്ടനാട് CPIM-ൽ പൊട്ടിത്തെറി. LC മെമ്പർമാരടക്കം 18 CPIM അംഗങ്ങൾ പാർട്ടി വിട്ട് CPI-ൽ ചേർന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി തുടർച്ചയായി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ മാസത്തിലാണ് ഒരു 297 പേര് CPI-ൽ മെമ്പർഷിപ്പ് എടുത്തു. നാട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകണമെന്നാണ് CPI-യുടെ ഒരു പൊതുധാരണയുള്ളത്. ഇന്ന് വിവിധ പാർട്ടികളിൽ നിന്നായി 25 പേർക്ക് അംഗത്വം കൊടുക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിച്ച് ജില്ലാ സെക്രട്ടറി തന്നെ വന്നവരെ സ്വീകരിച്ചു. അതിൽ 18 പേര് CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, കുട്ടനാട് CPM-ലേക്ക് അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ നേരത്തെ ഒരുപാട് തവണ വാർത്തയായതാണ്. ഇപ്പോൾ ഈ രീതിയിൽ 18 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം 18 പേരായി CPIM വിട്ട് CPI-ലേക്ക് ചേർന്ന സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാർട്ടി മാറ്റം ഉണ്ടായത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ത്? പ്രജനന്തൊരു രാഷ്ട്രീയ നീക്കമാണ്. നാളെ കുട്ടനാട്ടിൽ CPIM-ന്റെ ഏരിയ സമ്മേളനമാണ്. ആ ഏരിയ സമ്മേളനം നടക്കുന്നതിന് തൊട്ട് തലേ ദിവസമാണ് അവിടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം വെളിയനാട് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അടക്കം SFI-ലും DYFI-ലും ഒക്കെ തന്നെ ഭാരവാഹികളായിട്ടുള്ള ഇവരടക്കം 18 പേരാണ് CPIM-ന്റെ മെമ്പർഷിപ്പ് ഒഴിവാക്കി വിടുതൽ കത്ത് നൽകിയ ശേഷം ഇന്ന് CPI-യുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. CPI-യുടെ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഇവർക്ക് മെമ്പർഷിപ്പ് നൽകി ഇവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടനാട്ടിലടക്കം വലിയ കൊഴിഞ്ഞുപോക്കാണ് CPIM-ന് ഉള്ളത്. അവിടെ ഒരു വിമത നേതാവായിട്ടുണ്ടായിരുന്ന രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് R രാജേന്ദ്രകുമാറിനെ CPIM അംഗമായിരിക്കെ തന്നെയാണ് അവിടെ CPIM കോൺഗ്രസ് സഖ്യവുമായി ചേർന്ന് പഞ്ചായത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഈ രാജേന്ദ്രകുമാറിനെ പുറത്താക്കിയത്. പിന്നീട് രാജേന്ദ്രകുമാർ CPI-ലേക്ക് പോയി. 297 പേരാണ് അന്ന് CPIM-ൽ നിന്ന് CPI-ലേക്ക് പോയത്. അതിൽ CPI ഏകദേശം 240ഓളം പേർക്ക് ഫുൾ മെമ്പർഷിപ്പ് കൊടുത്തു. ബാക്കിയുള്ളവരെ അനുഭാവികളായി തന്നെ നിർത്തിയിരിക്കുകയാണ്. അവർക്ക് ഓരോ ഘട്ടത്തിലും സ്ക്രൂട്ടിന് വഴി ഈ CPI-ലേക്ക് വരുന്ന ആളുകൾക്ക് നിലവിൽ CPI മെമ്പർഷിപ്പ് നൽകുന്നുണ്ട്. ശരി മനീഷ്, എന്തായാലും ആലപ്പുഴയിൽ CPM-ന് തിരിച്ചടിയാണ്. നാളെ കുട്ടനാടിൽ ഏരിയ സമ്മേളനം നടക്കാനിടയ സമയത്താണ് ഇന്നിപ്പോൾ 18 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ CPI-ലേക്ക് മാറിയിരിക്കുന്നത്. എന്താണ് അതിലെ തുടർ പ്രതികരണങ്ങൾ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഇനി വാർത്താ സന്ധ്യയുടെ നേരമാണ്. അനുജ ചേരും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി വോട്ടെടുപ്പ് ദിനത്തിൽ 24-ന്റെ വാർത്താ ബോംബ്. പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വലിയ പ്രയാസമുണ്ടായെന്ന് EP പറയുന്നു. വിധി ദിനത്തിൽ വീണ്ടും EP ജയരാജൻ, ഇത്തവണ ആത്മകഥയുമായി. CPIM-നെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി EP-യുടെ തുറന്നെഴുത്ത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്ന് EP ജയരാജന്റെ ആത്മകഥ കട്ടൻ ചായയും പരിപ്പോടെയും 24 എക്സ്ക്ലൂസീവ്. 24 ആദ്യം ആധികാരികം. വാർത്തകൾ ആദ്യം 24-ൽ, മറ്റുള്ളവർ 24 വാർത്തയ്ക്ക് പിന്നാലെ.